ഓക്കെ മാഡം. ഇന്നലെ എങ്ങനെ ഈ സംഭവം ഉണ്ടായത്? ഞങ്ങൾ രാത്രി സംസാരിച്ചിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് അടുക്കളയിൽ ചെറിയ ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് ശ്യാമ കിടക്കാൻ പോകുന്ന നേരത്താ പെട്ടെന്ന് അയാൾ വന്നത്? അടുക്കള ഭാഗത്ത് നിന്നാ. ഇന്നലെ രാത്രി അടുക്കള വാതിൽ എപ്പോഴാണ് അടച്ചത്? അത് ഞാൻ പറഞ്ഞില്ലേ സാർ, നമ്മൾ ഒരുമിച്ച് സംസാരിച്ചിട്ട് ഞാൻ അടുക്കളയിലേക്ക് പോയെന്ന്. അപ്പോ വാതിൽ തുറന്നു കിടക്കുന്ന കണ്ടിട്ട് ഞാൻ അടച്ചിരുന്നു. ദാറ്റ് മീൻസ് അതിനു മുൻപേ അടുക്കള വാതിൽ വഴി അക്രമി അകത്ത് കയറിയിട്ടുണ്ട്. വരുൺ CCTV ചെക്ക് ചെയ്തായിരുന്നു? നോക്കി സാർ. ഇതിനു മുമ്പ് സംഭവിച്ച അതേ കാര്യങ്ങൾ തന്നെയാ. അന്ന് ആളറിയില്ലായിരുന്നു, ഇന്ന് വ്യക്തമായിട്ട് അറിയാം അല്ലേ? സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. വരുൺ, നിങ്ങളെപ്പോലെ ഇത്രയും റണ്ണിംഗ് ആയ ബിസിനസ്സുകാർ അങ്ങനെ ഒരു അബദ്ധം പറ്റുക എന്ന് പറഞ്ഞാൽ... അയാൾ കുറെ കാലമായിട്ട് ഞങ്ങളുടെ പുറകെ ഉണ്ടായിരുന്നു സർ. ഞങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ വേണ്ടി അയാൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. അതിന്റെ ഫലമാ ഇപ്പൊ എന്റെ മക്കളെ അനുഭവിക്കുന്നത്. എല്ലാം നഷ്ടപ്പെടാൻ അവനാ കാരണം. ഇന്നലെ വരുൺ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും ഇൻഫർമേഷൻ കൊടുത്തിരുന്നു, ഫോട്ടോയും സെൻഡ് ചെയ്തു. പക്ഷേ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇത്രയും നാൾ നിങ്ങളുടെ കൂടെ സൂക്ഷ്മമായി നടന്നിരുന്ന ഒരാൾ, അയാൾക്കുള്ള ഒളിത്താവളങ്ങൾ സുരക്ഷിതമായിട്ട് അയാൾ തന്നെ കണ്ടെത്തിയിട്ടുണ്ടാവും. സാർ, എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. അയാൾക്ക് പുറയിലുള്ള ആളെ തിരിച്ചറിയാന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ചെയ്യാടോ. മാഡം, ഇന്ന് രാത്രി മുതൽ മാഡത്തിന് സെക്യൂരിറ്റി ഉണ്ടാവും. 2 പോലീസുകാർ വൈകുന്നേരം വരും. അയ്യോ, അതൊന്നും വേണ്ട സർ. പോലീസുകാരെ കാവൽ നിർത്തി ജീവിക്കാന്നൊക്കെ പറയുന്നത്... തൽക്കാലം മാഡം ഇതിനെതിരെ പറയണ്ട. മാഡത്തിനെ പോലെയുള്ള സെലിബ്രിറ്റിക്ക് ഒന്നും പറ്റാതിരിക്കേണ്ടത് ഈ കേരളക്കാരുടെ ആവശ്യമല്ലേ? പോലീസുകാർ വേണം സർ. അമ്മയ്ക്കാരൊക്കെ കടുത്ത ശത്രുക്കളുണ്ട്. അവരാ ഈ ബെഞ്ചമിനെ അയക്കുന്നത്. അതെന്ത് സർ? വരുൺ, ഇതിപ്പോ ശ്യാമ മാഡത്തിന്റെ ശത്രുക്കൾ എന്ന് പറയാൻ പറ്റില്ല. വരുണിന്റെ അച്ഛന്റെയും ശത്രുക്കൾ കണിമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് തകർക്കും. കൃത്യസമയത്ത് നിങ്ങൾക്ക് സഹായമായി ശ്യാമ മാഡം വരുന്നു. ഒടുവിൽ ശ്യാമ മാഡത്തിനെ കൊല്ലാനുള്ള ശ്രമം. അതായത് കണിമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഈ വീഴ്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ പാടില്ല എന്നാണ് കൊലയാളികളുടെ ഉദ്ദേശം. ആ മാർഗമാണ് അവർ തടയാൻ ശ്രമിച്ചത്. സോ പ്രധാനമായിട്ട് സൂക്ഷിക്കേണ്ടത് കണിമംഗലത്തുകാരാണ്. തന്റെ അച്ഛനും ഏട്ടനും ഒക്കെ ഒരു മുന്നറിയിപ്പ് കൊടുത്തേക്ക്.